ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? വനിതാ ശാക്തീകരണത്തിലെ മുന്നേറ്റം, പ്രൊഫഷണൽ ഡ്രൈവിംഗ് മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ സ്ത്രീകൾ, സ്വർണ്ണവിലയിലെ ഇടിവ് വിശ്വസിക്കാം, മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ, വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. വനിതാ ശാക്തീകരണം വെറും വാക്കല്ല. കൊച്ചിയിലെ റോഡുകളിൽ ഇനി പെൺകരുത്തും. ഫ്യൂച്ചർ പോയിന്റ് ക്യാബ്സിലൂടെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് മേഖലയിൽ ചുവടുറപ്പിക്കുകയാണ് വനിതകൾ. കൊച്ചിയുടെ മുഖം മാറുകയാണ്. വികസനങ്ങളും മുന്നേറ്റങ്ങളുമായി സംസ്ഥാനത്തിന്റെ അഭിമാനമാണ് കൊച്ചി. അത്തരത്തിലൊരു മാതൃകയിൽ ലിംഗസമത്വത്തിന്റെ പുതിയ ആശയമാണ് IBS സോഫ്റ്റ്വെയർ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് ടാക്സി ഡ്രൈവറായി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് IBS സോഫ്റ്റ്വെയർ ആരംഭിച്ച സാമൂഹിക ഉത്തരവാദിത്ത സംരംഭമാണ് ഫ്യൂച്ചർ പോയിന്റ് ക്യാബ്സ്. വനിതാ ശാക്തീകരണത്തിൽ കേരളം കൈവരിക്കുന്ന പുതിയ മുന്നേറ്റങ്ങൾ സംസ്ഥാനത്തിന്റെ ജനാധിപത്യത്തിന്റെ വിജയമാണെന്നാണ് സംരംഭം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി P. രാജീവ് പറഞ്ഞത്. ഏറെ ചർച്ചകളിലൂടെയാണ് ഞങ്ങൾ അതിന്റെ പല കമ്പോണൻസ് എങ്ങനെ അന്ന് കൊണ്ടുവന്ന് എപ്പോഴും ഓർക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നത്. അത് ഫ്യൂച്ചർ പോയിന്റ് ഇപ്പോൾ 1000 എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. ഇവിടെ നിശ്ചയിച്ചതിനേക്കാൾ മുമ്പ് തന്നെ 1000 ഫ്യൂച്ചർ പോയിന്റ് ക്യാബുകൾ നമ്മുടെ വനിതാ ഡ്രൈവർമാർ ഡ്രൈവ് ചെയ്യുന്നത് കൊച്ചിയുടെ നിരത്തിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പദ്ധതിയിൽ വനിതകൾക്ക് 2 മാസത്തെ സൗജന്യ പരിശീലനം കമ്പനി നൽകും. പരിശീലനം പൂർത്തിയാക്കിയ ലൈസൻസുള്ള എല്ലാവർക്കും ഫ്യൂച്ചർ പോയിന്റ് ക്യാബ്സിന്റെ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ലഭിക്കും. IBS സോഫ്റ്റ്വെയർ പുതിയ കാറുകൾ വാങ്ങിയാണ് ഇവർക്ക് നൽകുന്നത്. പരിശീലനം കഴിഞ്ഞ 13 ഡ്രൈവർമാർക്ക് സർട്ടിഫിക്കറ്റ് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ 10 കാറുകൾ ഇത്തരത്തിൽ ഓടിക്കുന്നുണ്ട്. IBS സോഫ്റ്റ്വെയറിലെ ജീവനക്കാരുടെ യാത്രാവശ്യങ്ങൾക്കായി കൊച്ചി നഗരത്തിൽ മാത്രമാണ് ഇപ്പോൾ സേവനമുള്ളത്. 25 വനിതാ ഡ്രൈവർമാരുടെ പുതിയ ബാച്ചിന്റെ പരിശീലനം നടക്കുകയാണ്. ഡിസംബറിൽ 25 വാഹനങ്ങളുമായി കൊച്ചിയിലെ എല്ലാ കോർപ്പറേറ്റുകൾക്കും ഈ സേവനം ലഭ്യമാകും. 2026 പകുതിയോടെ ഈ സേവനം പൊതുജനങ്ങളിലേക്കും എത്തും. നൈപുണ്യശേഷി വികസിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകിയാൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിവുള്ള വിദ്യാസമ്പന്നരായ വീട്ടമ്മമാർ കേരളത്തിൽ നിരവധിയുണ്ടെന്നതിൽ തർക്കമില്ല. ഈ സാധ്യതകളാണ് IBS പ്രയോജനപ്പെടുത്തുന്നത്. ഒരു CSR സംരംഭമെന്നതിനപ്പുറം ലിംഗസമത്വത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ പ്രത്യക്ഷത്തിൽ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ ഫ്യൂച്ചർ പോയിന്റ് ക്യാബ്സിലൂടെ കഴിഞ്ഞതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിലൂടെ ദൂരവ്യാപകമായ ഗുണഫലങ്ങൾ നൽകാൻ കഴിയുന്ന സാമൂഹിക കാഴ്ചപ്പാടുമുണ്ട്. പുതിയ ആളുകൾ ഇങ്ങോട്ട് വരും. നമുക്ക് കുറെ കൂടി സൗകര്യങ്ങൾ അതായത് കേരളത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം എന്നൊക്കെയുള്ള പുതിയ കാഴ്ചപ്പാടുകൾ കേരളത്തിലേറെ. വർക്ക് ഫ്രം കേരള, ഇവിടെ എല്ലായിടത്തും ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതെല്ലാം പുതിയ പുതിയ തൊഴിലവസരം ഉണ്ടാകട്ടെ, സമ്പദ്ഘടന തിരിക്കട്ടെ. നമ്മൾ നേരത്തെ കണ്ട പോലെ 39 കേരളം കുറെ കൂടി വികസിതമായ, കുറെ കൂടി ജെൻഡർ ഈക്വാലിറ്റി ഉള്ള, കുറെ കൂടി എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്ലോബൽ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രീ VK മാത്യൂസ് ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഡ്രൈവർ എന്ന സ്ഥാനത്തിന് ഒരു അംഗീകാരം കൂടിയാണ് സ്ത്രീകൾക്ക് ഈ ജോലി കൊടുക്കുന്നതിൽ കൂടി നൽകുന്നതെന്നാണ് പരിപാടിയിൽ പങ്കെടുത്ത് ഉമാ തോമസ് MLA വ്യക്തമാക്കിയത്. വലിയ സന്തോഷമാണ് സ്ത്രീകൾ മുൻനിരയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ. ഞാൻ സാധാരണയായി സംസാരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, പുരുഷന്മാരെക്കാൾ ഒരു പടി മുന്നിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്കാണ്. നിങ്ങളിവിടെ ഒരുപാട് പുരുഷന്മാരുണ്ട്. നിങ്ങളെ ആരെയും മോശമാക്കിയല്ല ഞാൻ പറയുന്നത്.
പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ മിനിസ്റ്റർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വീട് മാനേജ് ചെയ്യുന്ന വളരെ നന്നായി പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ അതിൽ ഉപയോഗപ്പെടുത്താതെ മറ്റു കാര്യങ്ങൾക്ക് കൂടി കൊണ്ടുവരണം. ഇതൊരു വലിയ അത്ഭുതം തന്നെയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനോട് മാത്യു സാറിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ആകെ ഒരു കൺസേണേ തോന്നുന്നുള്ളൂ, ഇവർ സേഫാണോ എന്നുള്ളത്. സത്യത്തിൽ നന്നായിട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ ഏത് ജോലിക്കും ഹസാർഡ്സ് ഉണ്ട്, ഏത് ജോലിക്കും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതുപോലെ തന്നെ എല്ലാ ജോലിക്കും അത് നന്നായി എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ സന്തോഷവും ഉണ്ട് എന്നുള്ളത് സംശയമില്ല. മാത്രമല്ല സ്ത്രീകൾക്ക് ഈ ജോലി കൊടുക്കുന്നതോടൊപ്പം ആ ഡ്രൈവർ എന്നുള്ള സ്ഥാനത്തിന് വലിയൊരു അംഗീകാരം കൂടിയാണ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്യൂച്ചർ പോയിന്റ്സ് ക്യാബ്സ് എന്ന ഹ്രസ്വ ചിത്രവും ഉമാ തോമസ് MLA പ്രകാശിപ്പിച്ചു. യാത്രക്കാർക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന ഫ്യൂച്ചർ പോയിന്റ് ക്യാബ്സ് ആപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ C. നാഗരാജു പരിപാടിയിൽ പുറത്തിറക്കിയിരുന്നു. വാരാന്ത്യത്തിൽ സ്വർണ്ണവിലയിൽ ഇടിവ്. ഇനിയും കുറയുമോ സ്വർണ്ണവില? പലതവണ ഞെട്ടാൻ വട്ടില്ലെന്ന മട്ടിലാണ് സ്വർണ്ണവില കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രതികരണം. അനുദിനം റെക്കോർഡുകളാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പവന് 1 ലക്ഷത്തിലെത്താൻ ഇനി അധികം ദൂരമില്ല. രാജ്യാന്തര ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണവിലയുടെ കുതിപ്പ്. വർഷാവസാനത്തോടെ ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ബോണ്ട് യീൽഡും ഡോളറും ദുർബലമാകുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയഞ്ഞെങ്കിലും US ചൈന വ്യാപാര തർക്കം ഇപ്പോഴും മുന്നോട്ടു പോവുകയാണ്. കൂടാതെ ഏഷ്യയിലെയും മധ്യപൂർവ്വ ദേശത്തെയും കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ വലിയൊരു ഘടകമാണ്. പല കേന്ദ്ര ബാങ്കുകളും കരുതൽ ശേഖരത്തിൽ സ്വർണം വലിയ തോതിലാണ് സ്വന്തമാക്കുന്നത്. ഈ വർഷം മാത്രം 1000 മെട്രിക് ടണ്ണിലധികം സ്വർണമാണ് കേന്ദ്ര ബാങ്കുകൾ വാങ്ങിയതെന്നാണ് കണക്ക്. US-ലെ പണപ്പെരുപ്പം മുൻ വർഷത്തേക്കാൾ കുറഞ്ഞെങ്കിലും 3.4% എന്ന ഉയർന്ന നിരക്കിലാണുള്ളത്. ഇതും സ്വർണത്തിന് ഡിമാൻഡ് കൂട്ടുന്നു. ലോകത്തിലെ സ്വർണ ETF ഹോൾഡിംഗ് 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണെന്നതും സ്വർണത്തിലേക്ക് നിക്ഷേപ സാധ്യതകൾ സമീപഭാവിയിൽ ഉയർത്തുമെന്നതിൽ സംശയമില്ല. ഇന്ത്യയിൽ ദീപാവലിയോടനുബന്ധിച്ച് വൻ സ്വർണ വിൽപ്പനയാണ് കണക്കാക്കുന്നത്. ധൻതേരാസോടെ രാജ്യത്ത് 5 ദിവസത്തെ ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഈ ദിവസം സ്വർണം വാങ്ങുന്നത് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. കഴിഞ്ഞ വർഷം ഉത്സവ സീസണിൽ 60,000 കോടി രൂപയുടെ കച്ചവടം നടന്നെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ 20,000 കോടി രൂപയും സ്വർണം വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കിയതാണെന്നാണ് സ്വർണ വ്യാപാരികൾ പറയുന്നത്. ഉയർന്ന വിലയിലും ഇത്തവണയും മികച്ച വിൽപ്പന നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വ്യാപാരികൾ. വാരാന്ത്യത്തിലെ സ്വർണവിലയിലെ ഇടിവ് ഈ പ്രതീക്ഷകൾക്ക് ശക്തി പകരുന്നതാണ്. വില കുറയുമെന്നും കൂടുമെന്നും 2 അഭിപ്രായമാണ് വിദഗ്ധർക്കുള്ളതെങ്കിലും സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കാര്യമായ തിരിച്ചുപോക്ക് സ്വർണത്തിനുണ്ടാവില്ല. കാർഷിക വിപണിയിൽ അടുത്ത വാരം. റബ്ബറിന് തിരിച്ചടിയായത് ജാപ്പനീസ് കറൻസി മൂല്യം. നേട്ടം തുടർന്ന് കുരുമുളക്. ആഭ്യന്തര വിദേശ വാങ്ങലുകാർ വിപണിയിൽ പിടിമുറുക്കി.
കയറ്റുമതിക്കാരുടെ സാന്നിധ്യം ഏലത്തിനും നേട്ടമാണ്. തളർച്ച വിടാതെ നാളികേര ഉൽപ്പന്ന വിപണി. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ റബ്ബർ ഉൽപാദനം അനുകൂല കാലാവസ്ഥയിൽ ഉയർന്നു. ഇതിനിടയിൽ വിനിമയ വിപണിയിൽ ജാപ്പനീസ് നാണയമായ യെന്നിന്റെ മൂല്യം ശക്തി പ്രാപിച്ചത് റബ്ബറിന് തിരിച്ചടിയായി. ജപ്പാൻ എക്സ്ചേഞ്ചിൽ ഈ വാരത്തിലെ റബ്ബർ ഉയർന്ന നിലവാരമായ കിലോ 314 യെന്നിൽ നിന്നും 303 യെന്നിലേക്ക് ഇടിഞ്ഞു. അവധി വ്യാപാരത്തിലെ തളർച്ചയും ടാപ്പിംഗ് രംഗത്തെ ഉണർവും കണ്ട ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 176 രൂപയായി കുറഞ്ഞു. കാലവർഷം പിന്മാറുമെന്നതിനാൽ മഴയുടെ അളവ് ചുരുങ്ങിയത് സംസ്ഥാനത്ത് ടാപ്പിംഗിന് അനുകൂല സാഹചര്യമൊരുക്കി. ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഉൽപാദകർ പുലർച്ചെ റബ്ബർ വെട്ടിന് ഉത്സാഹിച്ചു. വരും ദിവസങ്ങളിൽ തുലാവർഷം ശക്തി പ്രാപിക്കുന്നതിന്റെ ആശങ്കയിലാണ് റബ്ബർ കർഷകർ. റബ്ബർ ടാപ്പിംഗ് മുടങ്ങാനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ 4ാം ഗ്രേഡ് 18,600 രൂപയിൽ വിപണനം നടന്നു. കുരുമുളക് കരുത്തു നിലനിർത്തുന്നത് കണ്ട ഉൽപ്പന്നം വിറ്റുമാറാൻ ഒരു വിഭാഗം മധ്യവർത്തികൾ നീക്കം തുടങ്ങി. ഓഫ് സീസൺ ആയതിനാൽ ഉയർന്ന വിലയുടെ നേട്ടം സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് കച്ചവടക്കാർ. ദീപാവലി വിൽപ്പന ഉത്തരേന്ത്യയിൽ സജീവമായതോടെയാണ് കുരുമുളക് വിൽപ്പന തോത് ഉയർന്നത്. അടുത്ത സീസണിന് മുന്നേ സ്റ്റോക്ക് കുറയ്ക്കാനുള്ള ചുവടുവയ്പ്പുകളും നടക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന വാങ്ങലുകാരാണ് വിപണിയിലേറെയും. ഹൈറേഞ്ചിൽ നിന്നും ഇടുക്കി ഇതര ഭാഗങ്ങളിൽ നിന്നും ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങി. ദീപാവലി ഡിമാൻഡിനു ശേഷം വിപണി അല്പം തളരുമോ എന്ന ആശങ്കയും മധ്യവർത്തികളിൽ ഉടലെടുത്തു. രാജ്യാന്തര വിപണിയിൽ അമേരിക്കൻ സുഗന്ധവ്യഞ്ജന ഇറക്കുമതിക്കാർ സജീവമാണ്. ക്രിസ്തുമസ് ന്യൂ ഇയർ ബൈയിങ് മുന്നിൽ കണ്ട ഇവർ വിയറ്റ്നാം കുരുമുളകിലും പിടിമുറുക്കിയിട്ടുണ്ട്. കേരളത്തിലും US ഓർഡറുകളാണ് വില ഉയരാൻ കാരണമായത്. അമേരിക്കയുടെ നീക്കം കണ്ട യൂറോപ്യൻ രാജ്യങ്ങളും ചരക്കിനായി തങ്ങളെ സമീപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്തോനേഷ്യയും ബ്രസീലും. ഇതിനിടയിൽ സിംഗപ്പൂരിലെ റീസെല്ലർമാർ ബയ്യർമാർക്കായി വല വീശുന്നുണ്ട്. ഇന്ത്യൻ കുരുമുളകിന് കയറ്റുമതി ഓർഡറുകൾ നാമമാത്രമെങ്കിലും രാജ്യാന്തര മാർക്കറ്റിലെ വിലക്കയറ്റം ഇറക്കുമതി ലോബിയെ ആഭ്യന്തര വില ഉയർത്തി മുളക് വിറ്റഴിക്കാൻ പ്രേരിപ്പിക്കും. ഗാർബിൾഡ് മുളക് വില 68,900 രൂപ. കൊച്ചിയിൽ 46 ടൺ കുരുമുളകിന്റെ വിപണനമാണ് വാരാദ്യം നടന്നത്. കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന ഏലക്കാലേലത്തിൽ 99,429 കിലോ ചരക്ക് വിൽപ്പനയ്ക്കെത്തിയതിൽ 97,525 കിലോയും വിറ്റഴിഞ്ഞു. ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും ഏലക്ക സംഭരിക്കാൻ ഉത്സാഹിച്ചു. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 2,712 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,474 രൂപയിലും കൈമാറി. നാളികേരോൽപ്പന്നങ്ങളുടെ വിപണിയിലെ തളർച്ച തുടരുന്നു. തമിഴ്നാട്ടിലെ മില്ലുകാർ കൊപ്ര സംഭരണം കുറച്ചു കണ്ട് ആന്ധ്രയിലെയും കർണാടകയിലെയും ഇടപാടുകാർ പച്ചത്തേങ്ങ വിൽപ്പനയ്ക്ക് മുതിർന്നതിനിടയിൽ ഒരു ബഹുരാഷ്ട്ര കമ്പനി കൊപ്ര സംഭരണത്തിന് രംഗത്തിറങ്ങി. ചിങ്ങത്തിൽ തമിഴ്നാട്ടിൽ 40,000 രൂപ വരെ കയറിയ വെളിച്ചെണ്ണ നിലവിൽ 30,800 രൂപയായി താഴ്ന്നു നിൽക്കുകയാണ്. വൻകിട വ്യവസായികൾക്ക് വിപണി വീണ്ടും തളരുന്നതിനോട് യോജിപ്പില്ല. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില ഇന്ന് 100 രൂപ കുറഞ്ഞ് 35,900 രൂപയായി. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ടാറ്റയുടെ പുതിയ മോഡൽ സിയേറ ഈ വർഷം അവസാനം വിപണിയിലേക്ക്. നോക്കാം SUVയുടെ വിശേഷങ്ങൾ. ഇക്കഴിഞ്ഞ ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് ടാറ്റ SUV സിയേറ ആദ്യമായി പ്രദർശിപ്പിച്ചത്. ഈ മോഡൽ ഈ വർഷം അവസാനം വിപണിയിലെത്തിക്കാനുള്ള നീക്കത്തിലാണ് ടാറ്റ. വിപണിയിലെത്തുന്നതിന് മുന്നോടിയായി സിയേറയുടെ പരീക്ഷണയോട്ടങ്ങളും ടാറ്റ ആരംഭിച്ചിട്ടുണ്ട്. ടാറ്റയുടെ ആദ്യത്തെ SUV ആയിരുന്ന സിയേറയെ അപേക്ഷിച്ച് രൂപകൽപ്പനയിലും ഇന്റീരിയറിലും പവർ ട്രെയിനിലുമെല്ലാം ഏറെ മാറ്റങ്ങളോടെയാണ് പുതിയ സിയേറയുടെ വരവ്. രൂപകൽപ്പനയിൽ വലിയ മാറ്റങ്ങളാണ് പുതിയ സിയേറയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമായി വലിയ ബോണറ്റും ചതുരാകൃതിയിലുള്ള വീൽ ആർക്കുകളും വളഞ്ഞിരിക്കുന്ന പിന്നിലെ ജനൽ ചില്ലുകളുമെല്ലാം വലിയ മാറ്റങ്ങളോടെയാണ് പുതിയ മോഡലിലേക്ക് എത്തിയിട്ടുള്ളത്. റൂഫ് ലൈൻ കൂടുതൽ മെലിഞ്ഞതും ബോഡിയോട് ചേർന്ന് നിൽക്കുന്നതുമാണ്. ടാറ്റയുടെ EV മോഡലുകൾക്ക് സമാനമായ മെലിഞ്ഞ ഹെഡ്ലൈറ്റുകളാണ് സിയേറയ്ക്കും നൽകിയിരിക്കുന്നത്. അലോയ് വീലിലും ടയറുകളിലും മാറ്റങ്ങളുണ്ട്. പുതിയ സിയേറയിൽ 19 ഇഞ്ചിന്റെ അലോയ് വീലുകളാണ് വരുന്നത്. കൂടാതെ റൂഫ് റെയിലുകൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. അതേസമയം കറുപ്പ് പ്ലാസ്റ്റിക് ക്ലാഡിംഗ് പുതിയ സിയേറയിലും മുന്നിലും വശങ്ങളിലും പിന്നിലുമെല്ലാം
നൽകിയിട്ടുണ്ട്. പുതിയ സിയേറ EV പെട്രോൾ, ഡീസൽ, പവർ ട്രെയിനുകളിലാണ് എത്തുക. EVയുടെ വിശദാംശങ്ങൾ കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 1.5 ലിറ്റർ ഡയറക്ട് ഇഞ്ചക്ഷൻ ടർബോ പെട്രോൾ, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളാണ് ഉള്ളത്. ഓട്ടോമാറ്റിക്, മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷനുകളും ഉണ്ടാവും. പഴയ സിയേറയിൽ 5 സീറ്റുകളിൽ പിന്നിൽ മടക്കാവുന്ന ബെഞ്ച് സീറ്റായിരുന്നു നൽകിയിരുന്നത്. പുതിയതിൽ 4 അല്ലെങ്കിൽ 5 സീറ്റ് ഓപ്ഷനുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്മാർട്ട് ഫോൺ വിപണിയിൽ പുതിയ അഭ്യൂഹം പരക്കുന്നത് നത്തിങ്ങിനെ പറ്റിയാണ്. താങ്ങാവുന്ന വിലയിൽ നത്തിങ് ഫോൺ 3A ലൈറ്റ് എന്ന് വരുമെന്നാണ് വിപണി ചർച്ച ചെയ്യുന്നത്. ആഗോളതലത്തിൽ താങ്ങാവുന്ന വിലയിൽ നത്തിങ് ഫോൺ 3A ലൈറ്റ് മോഡൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നത്തിങ്. 2025 അവസാനിക്കുന്നതിന് മുൻപ് ഈ പുതിയ താങ്ങാനാവുന്ന മോഡൽ പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് വരും മാസങ്ങളിൽ നമുക്കൊരു പുതിയ നത്തിങ് സ്മാർട്ട് ഫോൺ കാണാൻ കഴിഞ്ഞേക്കും. ഫോൺ 3Aയുടെ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലൈറ്റ് ഫോൺ ലഭ്യമാകുമെന്നാണ് സൂചന. CMF ഫോൺ 2 Pro മോഡലിനേക്കാൾ വില കൂടുതലായിരിക്കും. ഒരു ബജറ്റ് നത്തിങ് ഫോണാണ് തിരയുന്നതെങ്കിൽ ഫോൺ 3A ലൈറ്റ് തന്നെ വാങ്ങാവുന്നതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം സ്മാർട്ട് ഫോൺ നത്തിങ്ങിന്റെ 2 സിഗ്നേച്ചർ കളർ ഓപ്ഷനുകളായ കറുപ്പിലും വെളുപ്പിലും വരാൻ സാധ്യതയുണ്ട്. 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജുമുള്ള സിംഗിൾ സ്റ്റോറേജ് വേരിയന്റിൽ ഇത് പുറത്തിറങ്ങാനാണ് സാധ്യത. ഫോണിന്റെ സവിശേഷതകളെ പറ്റിയുള്ള വിവരങ്ങൾ വിപണിയിൽ വളരെ കുറവാണ്. വില പരിശോധിക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ 3A 24,999 എന്ന പ്രാരംഭ വിലയിലാണ് ലോഞ്ച് ചെയ്തത്. ഫോൺ 3A ലൈറ്റ് 20,000 രൂപയ്ക്ക് അവതരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. നത്തിങ് ഫോൺ 3A ലൈറ്റിനൊപ്പം ഫോൺ 4A സീരീസ് മോഡലുകളും കമ്പനി കൊണ്ടുവരുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. 2026ഓടെയാകും 4A സീരീസ് എത്തുക. ആകർഷകമായ ഓഫറുകളിലും വൈവിധ്യമാർന്ന ഫോൺ ചോയ്സുകളിലുമായി മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ വിഭാഗത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ പദ്ധതിയിടുകയാണ് കമ്പനി. തിരിച്ചുവരവിന്റെ സൂചന നൽകിയെങ്കിലും ഫോർഡ് ഉടനൊന്നും ഇന്ത്യയിലേക്കുണ്ടാകില്ല. ചെന്നൈ പ്ലാന്റ് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വെല്ലുവിളി. ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവിൽ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട ഫോർഡ് നിർണായക തീരുമാനങ്ങൾക്കൊരുങ്ങുകയാണ്. 2021 ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച ഫോർഡ് തമിഴ്നാട്ടിലെ മറൈമലൈ നഗരത്തിലുള്ള പ്ലാന്റ് വീണ്ടും തുറക്കാനുള്ള ശ്രമങ്ങൾ ഇടക്കാലം വെച്ച് നടത്തിയിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ നയത്തിൽ വലിയ തിരിച്ചടി നേരിടുമെന്ന് ഉറപ്പായതോടെ ഫോർഡിന്റെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവ് വീണ്ടും അവതാളത്തിലായിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ചെലവ് ഉയർന്നതാണ് ഫോർഡിന് തിരിച്ചടിയായത്. ചെന്നൈ മറൈമലൈ നഗറിലെ പ്ലാന്റിന്റെ നിക്ഷേപം എഴുതിത്തള്ളണോ അതോ പ്രവർത്തനം തുടരണോ എന്ന കാര്യത്തിൽ വൈകാതെ ഫോർഡ് തീരുമാനമെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 2022 മുതൽ ഈ പ്ലാന്റ് പ്രവർത്തനരഹിതമാണ്. ഫോർഡിന്റെ ഫിഗോ അടക്കമുള്ള വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നത് ഗുജറാത്തിലെ സാനന്ദിലെ ഫാക്ടറിയിലായിരുന്നു. ഇത് ടാറ്റ മോട്ടോഴ്സിന് വിറ്റിരുന്നു. ചെന്നൈ പ്ലാന്റ് 830 കോടി രൂപയ്ക്ക് വിൽക്കാനാണ് ഫോർഡ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അമേരിക്കൻ സന്ദർശനത്തിൽ വീണ്ടും തമിഴ്നാട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് മറൈമലൈ നഗറിലെ 350 ഏക്കർ വിസ്തൃതിയുള്ള പ്ലാന്റ് പുനരുജ്ജീവിക്കാൻ ഫോർഡ് പദ്ധതി തുടങ്ങിയത്. എന്നാൽ US തീരുവ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വെല്ലുവിളിയായിരിക്കുകയാണ്. വിനോദവാരം. മലയാള സിനിമയിൽ ഇനി ത്രില്ലറുകളുടെ കാലമാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാളം ത്രില്ലർ സിനിമാ വിശേഷങ്ങളിലേക്ക്. സസ്പെൻസും ട്വിസ്റ്റുകളും ത്രില്ലിംഗ് ആക്ഷനും നിറഞ്ഞ സിനിമകൾ. ഓരോ സിനിമയും സവിശേഷമായ സിനിമാറ്റിക് അനുഭവമാണ് സമ്മാനിക്കുന്നത്. പെപ്പെ എന്ന ആന്റണി വർഗീസ് നായകനായി എത്തുന്ന ആക്ഷൻ ത്രില്ലറാണ് കാട്ടാളൻ. നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ആനക്കൊമ്പ് കള്ളക്കടത്തിന്റെ ഇരുണ്ട ലോകത്തിനെതിരെയുള്ള കഥയാണ് പറയുന്നത്.
മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കാട്ടാളൻ. കരിയറിലെ ഏറ്റവും വേറിട്ട ഗെറ്റപ്പിലാണ് ആന്റണി എത്തുന്നത്. മാർക്കോ എന്ന പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ ത്രില്ലറിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന മറ്റൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് കാട്ടാളൻ. കേച്ച ഖംഭക്തിയുടെ ആക്ഷൻ കൊറിയോഗ്രാഫി, റെന്ന ദിവയുടെ ഛായാഗ്രഹണം, ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ്, കാന്താരയിലെ സംഗീതത്തിലൂടെ പേരുകേട്ട ബി അജനീഷ് ലോക്നാഥിന്റെ ശക്തമായ സംഗീതം എന്നിവ ഈ ചിത്രത്തിന്റെ മാറ്റുകൂട്ടും. ഓങ് ബാക്ക് സീരീസിലൂടെ വലിയ ശ്രദ്ധ നേടിയ പോങ് എന്ന ആനയും കാട്ടാളന്റെ ഭാഗമാണ്. വലിയ ആക്ഷൻ സീക്വൻസുകളും ആകർഷകമായ കഥാഗതിയുമുള്ള കാട്ടാളൻ പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുമെന്നതിൽ സംശയമില്ല. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ, ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ ഉർവശി കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ത്രില്ലർ ചിത്രം ആശ ഉടൻ തന്നെ തിയേറ്ററുകളിലെത്തും. 5 ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രം കഥയെഴുതി സംവിധാനം ചെയ്യുന്നത് നവാഗതനായ സഫർ സനലാണ്. ജോജു ജോർജും രമേഷ് ഗിരിജയും സഫർ സനലും ചേർന്നാണ് തിരക്കഥാ സംഭാഷണം ഒരുക്കുന്നത്. പണി എന്ന ചിത്രത്തിന് ശേഷം ജോജു തിരക്കഥ എഴുതുന്ന സിനിമ കൂടിയാണിത്. ഉർവശിയും ജോജു ജോർജും ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്ന ആശയിൽ ഐശ്വര്യലക്ഷ്മി, വിജയരാഘവൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. അജിത് വിനായക ഫിലിംസ് അവതരിപ്പിക്കുന്ന ചിത്രം വിനായക അജിത്താണ് നിർമ്മിക്കുന്നത്. ഛായാഗ്രഹകൻ മധു നീലകണ്ഠൻ, സംഗീത സംവിധായകൻ മിഥുൻ മുകുന്ദൻ, എഡിറ്റർ ഷാൻ മുഹമ്മദ് എന്നിവരാണ് സാങ്കേതിക വിദഗ്ധരുടെ സംഘം. സിനിമാറ്റിക് അനുഭവം കൊണ്ടും ഉർവശിയുടെ അഭിനയ മികവ് കൊണ്ടും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ചിത്രമാകും ആശ. ബ്രഹ്മയുഗം ഫെയിം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഡൈസ് ഇറൈ. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം പ്രണവ് മോഹൻലാൽ വീണ്ടും പ്രേക്ഷകരിലേക്ക് തിരിച്ചെത്തുകയാണ്. പ്രണവിന്റെ കരിയറിലെ ആദ്യ ഹൊറർ ചിത്രമാണിത്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോട്ട് സ്റ്റുഡിയോസ് എന്നിവയുടെ കീഴിൽ ചക്രവർത്തി രാമചന്ദ്രനും എസ് ശശികാന്തും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കഴിവുള്ള ഒരു സാങ്കേതിക സംഘമാണ് ചിത്രത്തിന്റെ മറ്റൊരു പിൻബലം. ഛായാഗ്രഹണം ഷെഹ്നാദ് ജലാൽ, പ്രൊഡക്ഷൻ ഡിസൈനർ ജ്യോതിഷ് ശങ്കർ, എഡിറ്റിംഗ് ഷഫീഖ് മുഹമ്മദ് അലി, സംഗീതം ക്രിസ്റ്റോ സേവ്യർ എന്നിവരാണ്. ഒക്ടോബർ 31 ഹാലോവീൻ ദിനത്തിൽ ആഗോളതലത്തിൽ ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഒരു മികച്ച ഹാലോവീൻ വ്യൂവായി ചിത്രം മാറുമെന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. മലയാളികളുടെ പ്രിയതാരം നിവിൻ പോളി ഹൊറർ കോമഡിയുമായി എത്തുന്ന ചിത്രമാണ് സർവം മായ. സൂപ്പർ ഹിറ്റായ പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സർവം മായ. ചിത്രത്തിന്റെ രചനയും അഖിലിന്റേതാണ്. പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള നിവിൻ പോളി അജു വർഗീസ് കോംബോയാണ് ചിത്രത്തിന്റെ മറ്റൊരു ആകർഷണം. പ്രീതി മുകുന്ദൻ, ജനാർദ്ദനൻ, രഘുനാഥ് പലേരി, മധു വാര്യർ, അൽതാഫ് സലിം, ആട്ടം സംവിധായകൻ ആനന്ദ് ഏകർഷി എന്നിവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ. ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയകുമാർ, രാജീവ് മേനോൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന ഫാമിലി എന്റർടൈനർ കൂടിയാണെന്ന് ടീസർ വ്യക്തമാക്കുന്നു. നിവിന്റെ പിറന്നാൾ ദിനത്തിലാണ് ടീസർ പുറത്തിറങ്ങിയത്. നിവിൻ പോളിയെ അത്ര പെട്ടെന്ന് കൈയൊഴിയില്ലെന്നാണ് ടീസറിനോടുള്ള സിനിമാ പ്രേമികളുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. ശരൺ വേലായുധൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം ജസ്റ്റിൻ പ്രഭാകറാണ്. സംവിധായകൻ അഖിൽ സത്യനും രതിൻ രാധാകൃഷ്ണനുമാണ് എഡിറ്റിംഗ്. ടിക്കി ടാക്ക എന്ന ഏറ്റവും പുതിയ ചിത്രത്തിലൂടെ ആസിഫ് അലി വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനിക്കുട്ടൻ, ഇബിലിസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രോഹിത് VS സംവിധാനം ചെയ്ത ചിത്രമാണ് ടിക്കി ടാക്ക. ആക്ഷൻ പാക്ഡ് ചിത്രത്തിനായി വലിയ ബോഡി ട്രാൻസ്ഫോർമേഷനാണ് ആസിഫ് നടത്തുന്നത്. പക്ക ആക്ഷൻ ത്രില്ലറാണെന്ന് ചിത്രം ടീസറിലൂടെ വ്യക്തമാക്കുന്നു. പ്രേക്ഷകർക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുമെന്ന ഉദ്ദേശത്തോടെ ഒരുക്കുന്ന സിനിമയാണ് ടിക്കി ടാക്കയെന്നും തന്റെ KGF എന്ന് വിശ്വസിക്കുന്ന ചിത്രമാണ് അതെന്നുമാണ് ടിക്കി ടാക്കയെക്കുറിച്ച് ആസിഫ് അലി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. നസ്ലിൻ, വാമിക ഗബി, ലുക്മാൻ അവറാൻ, സഞ്ജന നടരാജൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഛായാഗ്രഹകൻ സോണി സെബ, എഡിറ്റർ ലോക ഫെയിം ചമൻ ചാക്കോ, KGF സംഗീത സംവിധായകൻ രവി ബസ്രൂർ എന്നിവരുൾപ്പെടെ പ്രഗത്ഭരായ സാങ്കേതിക സംഘത്തിനൊപ്പം പക്കിയ രാജിന്റെ കഥയെ അടിസ്ഥാനമാക്കി നിയോഗ് തിരക്കഥ എഴുതുന്നു. ഇനി പ്രധാന ഇവന്റുകൾ. ബൈക്ക് ആൻഡ് റോക്സ് എക്സ്പോ 2025 ഡിസംബർ 3, 4, 5 തീയതികളിൽ കൊച്ചിയിൽ. മിനി മാരത്തോൺ സീസൺ 4 നവംബർ 30 കൊച്ചിയിൽ. ഹഡിൽ ഗ്ലോബൽ 2025 ഡിസംബർ 11 മുതൽ 13 വരെ കോവളത്ത്. ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ ജനുവരി 16 മുതൽ 18 വരെ അങ്കമാലി അറ്റ്ലക്സ് സെന്ററിൽ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം.